സംസ്ഥാന സർക്കാർ നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനെത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കാണാൻ തയ്യാറാകാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എനിക്ക് കാണാൻ താല്പര്യമില്ല എന്ന് പരോക്ഷമായി സൂചന നൽകുന്നു. അത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലെത്തിയ PS പ്രശാന്തിനെയും ദേവസ്വം ബോർഡ് അംഗത്തെയും കാണാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തയ്യാറായില്ല. സൂര്യഗായത്രി വിവരങ്ങളുമായിട്ട് ചേരുന്നു. NSSും SNDPയും ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്ന ഒരവസ്ഥയുണ്ടാവുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയും സാമുദായിക ഭേദമന്യേയും സംസ്ഥാന സർക്കാർ പമ്പാതീരത്ത് നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് സ്വീകാര്യത ഏറി വരികയാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവിനെ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കാനെത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കാണാൻ തയ്യാറാകാതെ പ്രതിപക്ഷ നേതാവ് തൻ്റെ വിസമ്മതം പ്രത്യക്ഷത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചത് സൂര്യഗായത്രി? കന്റോൺമെന്റ് ഹൗസിൽ ഉണ്ടായിരുന്നു. ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് എത്തുമ്പോഴും പ്രതിപക്ഷ നേതാവ് കന്റോൺമെന്റ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കത്ത് PS-ന് നൽകി PS പ്രശാന്ത് തിരിച്ചു മടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടക്കം മുതൽ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വിമർശനങ്ങൾ കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ടായിരുന്നതാണ്. ഇത് രാഷ്ട്രീയ പരിപാടിയാണ് എന്നുള്ള വിമർശനങ്ങളൊക്കെ തന്നെ തുടക്കം മുതൽ തന്നെ ഉയർത്തുകയും പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് പ്രതിപക്ഷ നേതാവ് അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പോഴും ഒരു തീരുമാനം കൃത്യമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 7:30 UDF യോഗം തന്നെ ചേരുന്നുണ്ട്. ആ യോഗത്തിൽ പ്രധാന അജണ്ട ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF പങ്കെടുക്കണമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ്. ആ ചർച്ചയ്ക്ക് ശേഷം മുന്നണി നേതാക്കളുടെ ഒക്കെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചതിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് UDF എത്തിച്ചേരുക. അതിന് മുൻപായിട്ടാണ് പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് തന്നെ കണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കാനുള്ള തീരുമാനം ദേവസ്വം വകുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് പ്രസിഡന്റ് തന്നെ നേരിട്ട് കത്തുമായിട്ട് കന്റോൺമെന്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവിനെ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ കാണാനോ അക്കാര്യം സംസാരിക്കാനോ കഴിഞ്ഞില്ല. കത്ത് PS-ന് കൊടുത്തിട്ട് തിരികെ പ്രശാന്തിന് മടങ്ങാനാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവിന് ഇത് സംബന്ധിച്ച് ഇപ്പോഴും എതിർപ്പ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്ന് തിരിച്ച് ഇടതുപക്ഷത്തിലേക്ക് വന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇരു ആൾക്കാരും തമ്മിൽ വലിയ വിയോജിപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് മുഖം കൊടുക്കാതിരിക്കുകയായിരുന്നു എന്തൊക്കെ തന്നെ ഒരു സംഗതിയാണ്. എന്തായാലും ഇന്നിപ്പോൾ 7:30 ചേരുന്ന UDF യോഗത്തിന് ശേഷമായിരിക്കും ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും PS പ്രശാന്തിന് പ്രതിപക്ഷ നേതാവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ചുള്ള ചർച്ച നടത്താനോ നേരിട്ടും കണ്ട് ക്ഷണിക്കാനോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും 7:30 ശേഷം UDF യോഗത്തിന് ശേഷം എന്താണ് ഈ വിഷയത്തിൽ UDF-ന്റെ നിലപാട് എന്നുള്ളത് അറിയാൻ സാധിക്കും. ശരി സൂര്യഗായത്രി, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ സുപ്രധാനമായ നീക്കമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ഷണിക്കൽ പ്രക്രിയ ഇന്ന് നടക്കും. നേരിട്ട് തന്നെ ആ ക്ഷണിക്കൽ ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമായിരുന്നു. സ്വാഭാവികമായിട്ടും ഇതിൽ 2-3 കാര്യങ്ങൾക്കുള്ള സാധ്യതയാണ് മുൻകൂട്ടി കൽപ്പിക്കപ്പെട്ടിരുന്നത്. ഒരു സാധ്യത എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ കണ്ട് ഔദ്യോഗികമായിട്ട് നേരിട്ട് ക്ഷണിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എത്തുമ്പോൾ ആ ക്ഷണം സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. കാരണം വൈകിട്ട് UDF യോഗം നടക്കാനുണ്ട്. അതിനുശേഷമേ ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറയാൻ കഴിയുകയുള്ളൂ. ക്ഷണക്കത്ത് ഇങ്ങോട്ട് തന്നോളൂ എന്ന് പറഞ്ഞ് ക്ഷണക്കത്ത് വാങ്ങിക്കുന്ന ഒന്ന്. മറ്റൊന്ന്, അതല്ല, ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വരാൻ കഴിയില്ല, അത് വരാൻ ഉദ്ദേശിക്കുന്നില്ല, അത് സാമുദായിക അജണ്ടകൾ വെച്ച് നടത്തുന്ന താല്പര്യത്തോട് കൂടിയിട്ടുള്ള ഒന്നാണ്, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല, ഞാനതിൽ വരില്ല എന്ന് പ്രത്യക്ഷമായിട്ട് പ്രതിപക്ഷ നേതാവിന് പറയുന്ന രീതിയിൽ ഉള്ളത്. അപ്പോൾ ഒന്നുകിൽ UDF യോഗത്തിന് ശേഷം അത് തീരുമാനമെടുക്കും, അതിനുശേഷം അറിയിക്കാം എന്നുള്ള നിലയ്ക്ക് വരേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ PS പ്രശാന്ത് അവിടെ എത്തുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ആ കത്ത് കൊടുത്ത് പോരേണ്ടി വരുന്നു. മനഃപൂർവ്വം തന്നെ പ്രതിപക്ഷ നേതാവ് അവിടെ നിന്ന് മാറി നിന്നതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു. മറുഭാഗത്ത് ആഗോള അയ്യപ്പ സംഗമം പമ്പാതീരത്ത് നടക്കാൻ പോകുമ്പോൾ അത് വലിയ രീതിയിലുള്ള വിജയമാകാൻ പോകുന്നു. ലോകമെങ്ങും നിന്ന് അതിന് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. NSSും
SNDPയും അടക്കമുള്ളവ ഇതുമായി ബന്ധപ്പെട്ടുള്ള തങ്ങളുടെ പിന്തുണ സൂചിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളർന്നത് CPIഎമ്മിനെ സംബന്ധിച്ചിട്ട് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായിട്ട് വരുന്നു. UDF ഇത് വലിയൊരു സമ്മർദ്ദം ആയിട്ട് കണക്കിലെടുക്കുന്നുണ്ടോ എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഈ യോഗത്തിൽ SNDPയും NSSും അടക്കമുള്ള സാമുദായിക സംഘടനകൾ ഇതിനെ അനുകൂലിക്കുന്ന ഒരവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു. മറുഭാഗത്ത് ലോകവ്യാപകമായിട്ടുള്ള അയ്യപ്പ സ്നേഹികളുടെ ഒരു കൂട്ടായ്മ CPIഎമ്മിൻ്റെ കീഴിൽ LDFൻ്റെ കീഴിൽ ഉണ്ടാവുമോ എന്ന് ഭയം സ്വാഭാവികമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിക്കും ഒപ്പം തന്നെ BJPക്കും സംഘപരിവാറിനും ഉണ്ട് എന്ന് മാത്രമല്ല ഗണേശോത്സവം അടക്കമുള്ള കാര്യങ്ങളിൽ DYFI നേതാക്കൾ വളരെ ആവേശകരമായിട്ട് പങ്കെടുക്കുകയും നിമജ്ജനമടക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ ചുവന്ന അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടൊക്കെ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരം ആചാരങ്ങൾക്കെതിരല്ല പാർട്ടി എന്നുള്ള സൂചന പ്രത്യക്ഷവൽക്കരിക്കുകയും ചെയ്യുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പ്രധാനപ്പെട്ട ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് അടക്കം പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാനായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് തന്നെ PS പ്രശാന്ത് തന്നെ നേരിട്ട് കന്റോൺമെൻറ്റ് ഹൗസിലെത്തുന്നത്. പക്ഷേ മുഖം കൊടുക്കാതെ അവിടെ നിന്ന് പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു. PS പ്രശാന്ത് നേരത്തെ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് വന്നു എന്നുള്ളത് കൊണ്ടുള്ള ഒരു അസ്വാരസ്യം കൂടി അതിനകത്തുണ്ടെങ്കിൽ പോലും ആ അസ്വാരസ്യത്തെക്കാൾ ഉപരിയായിട്ട് ഇതിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് UDFൻ്റെ യോഗത്തിന് ശേഷം തീരുമാനിക്കേണ്ടുന്ന ഒന്നാണ്. UDF നേതാക്കളോട് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയാൻ പോകുന്നത് ഇതിൽ നാം പങ്കെടുക്കേണ്ടതുണ്ടോ ഇല്ലയോ, പങ്കെടുക്കുകയാണെങ്കിൽ പിന്നെ ഏതെങ്കിലും വ്യവസ്ഥ വെക്കേണ്ടി വരുമോ, മതവർഗീയ സംഘടനകളുമായിട്ട് കൂട്ടുകൂടുന്നതും അതേപോലെ തന്നെ സംഘപരിവാറുമായിട്ട് കൂട്ടുള്ളതും രഹസ്യമായിട്ടും പരസ്യമായിട്ടും കൂട്ടുകെട്ടുള്ളതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് എന്ന് പല ഘട്ടങ്ങളിലും ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുന്ന പ്രകൃതമാണ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും എല്ലാം സ്വീകരിച്ച് കണ്ടിട്ടുള്ളത്. അതിനേക്കാൾ ശക്തമായിട്ടുള്ള ആരോപണം തിരിച്ച് LDFും CPIഎമ്മും ഇങ്ങോട്ട് ഉന്നയിക്കാറുണ്ട്. ഇതിനെല്ലാമിടയിൽ BJPയെയും സംഘപരിവാറിനെയും UDFനെയും ഒക്കെ സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് ആഗോള അയ്യപ്പ വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് സംഗമം സംഘടിപ്പിക്കുന്നതിലൂടെ CPIഎം ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിലെ ഹൈന്ദവ വോട്ടുകളെയാണോ എന്നുള്ള വലിയ സംശയത്തിലേക്ക് പോവുകയും ചെയ്യുന്നു ഒരു ഭാഗത്ത്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനെത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കാണാൻ തയ്യാറായിട്ടില്ല പ്രതിപക്ഷ നേതാവ്. മുഖം കൊടുക്കാതെ മാറി നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെൻറ്റ് ഹൗസിലെത്തിയ PS പ്രശാന്തിനെയും ദേവസ്വം ബോർഡ് അംഗത്തെയും കാണാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തയ്യാറായില്ല.